ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ പലരും നോ മാരേജ് ആണ് കൂടുതലും പറയുന്നത്. കാര്യം ഇപ്പോൾ നിങ്ങളിവിടെ ചോദിച്ചതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ പലരും നോ മാരേജ് ആണ് കൂടുതലും പറയുന്നത്. കാര്യം ഇപ്പോൾ നിങ്ങളിവിടെ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ജോലി ഉള്ളതോ അല്ലെങ്കിൽ കൂലിപ്പണി ആയതുകൊണ്ടോ അത്തരത്തിലുള്ളൊരു വ്യത്യാസത്തിന് പകരം കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷൻ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി കൂടെ എന്തെങ്കിലും ഒരു സെക്യൂർ ജോബിൽ എത്താം എന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ ഉള്ള മാരേജ് ഇഷ്യൂസും അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവർ സ്വയം ഇൻഡിപെൻഡൻ്റ് ആവുക എന്നത് കൊണ്ട് തന്നെ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നോ മാരേജ് ആയിട്ടാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ പലതും പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ പൊതുവിൽ ഇങ്ങനൊരു ഇതുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ സെക്യൂർ ആണ്, അതുകൊണ്ട് വീടുകളിൽ അതായത് കുറച്ച് മിക്കവരുടെയും വീടുകളിലുള്ളൊരു ഒപ്പീനിയൻ വെച്ച് പറയുമ്പോൾ ഇത്തരത്തിൽ സെക്യൂർ ആയിട്ടുള്ളൊരു ജോബ് ഉള്ള ഒരാളെ നോക്കണം എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും അവർ ഇത്തിരി കൂടെ കൃത്യമായിട്ട് എടുക്കുന്ന തീരുമാനം അത് മാറിയിട്ട് വിവാഹമേ വേണ്ട എന്നുള്ള രീതിയിലാണ് കൂടുതൽ പേര് ഒപ്റ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കേൾക്കുന്നത്. നമുക്കൊരു ജോലി ഉള്ളതാണ് സത്യത്തിൽ നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം നമുക്ക് കിട്ടുന്ന പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്ത്. കാര്യം ഞാൻ ഒരിക്കലും ഒരു മാരേജ് ലൈഫ് എപ്പോഴും 100 എന്നുള്ള രീതിയിൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. ചില സമയത്ത് ഞാൻ 100 ആൾ 0 പോകും, ചിലപ്പോൾ ഞാൻ 0 പോകുമ്പോൾ ആൾ 100 പോകും. അപ്പോൾ ആൾക്ക് ജോലി ഉണ്ടെങ്കിൽ ആളത് എനിക്ക് ഏത് രീതിയിലാണ് ആളുടെ ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നത് ആ പാർട്ട്ണറിന് കിട്ടുന്നത് പോലെ ഇരിക്കും. അതായത് ഇപ്പോൾ എന്നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഐ ആം ലക്കി ടു ഹാവ് ഹിം. സോ എനിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ എല്ലാവർക്കും ആ രീതിയിൽ കിട്ടണമെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്വയം സെക്യൂർ ആവുന്നൊരു ജോബിൽ എത്തുക എന്നത് തന്നെയാവും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനല്ല. അതായത് പണ്ട് കാലത്ത് സഫറിങ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ദ സോഷ്യൽ പ്രോബ്ലംസ്. ആക്ച്വലി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡിവോഴ്സിനെ ഒന്നും നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല മിക്ക വീടുകളിലും പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ മൂവ് ഓൺ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയും. അതായത് അത്തരത്തിലുള്ള ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് നമുക്കിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നുള്ള സ്ത്രീകൾക്ക് ഡിവോഴ്സ് ആവുന്നു, നമ്മൾ ഡിവോഴ്സ് ആയിട്ട് പിന്നീട് ലൈഫില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തോട്ട്സ് എനിക്കും ഇല്ല, മിക്ക സ്ത്രീകൾക്കും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.